ജനങ്ങൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നതാണ് BJPയുമായിട്ടുള്ള CPMന്റെ ബന്ധം. ആ ഒരു ഡീൽ വളരെ വ്യക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട്. മതേതര പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കേണ്ട CPMും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി BJPക്ക് മുന്നിൽ എല്ലാം അടിയറവ് വെച്ചുകൊണ്ട് BJP എന്തു പറയുന്നോ അത് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ BJP ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറിയത് കേരളത്തിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി തന്നെ BJPയുമായിട്ടുള്ള CPMന്റെ ഈ ബന്ധത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി ഈ ഇലക്ഷനിലുണ്ടാകും. PM ശ്രീ പദ്ധതി ഒപ്പിടുന്ന കാര്യത്തിലായാലും ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം തന്നെ CPM ഇന്ന് BJPക്ക് കീഴടങ്ങുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തമായി രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും അതിശക്തമായ പോരാട്ടം BJPക്കെതിരെ നടത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി BJPക്ക് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെതിരെയുള്ള വോട്ടായിരിക്കും ഇന്നത്തെ ജനങ്ങളുടെ, അതിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കും ഇന്നത്തെ വോട്ട്. UDFന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും. ഏറ്റവും കേരളം പോലുള്ള സംസ്ഥാനത്ത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും, സംശയമില്ല. പക്ഷേ ഇത് കേരളം എന്ന് പറയുന്ന കേരളത്തിന് ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി ഒരു മതേതര സംസ്കാരമുണ്ട്, മതേതര മുഖമുണ്ട്. അതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷമാണെങ്കിൽ പോലും BJPക്കെതിരെയുള്ള സമരങ്ങളിൽ ചേർന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പിണറായി വിജയൻ മാത്രം അത്തരം കാര്യങ്ങൾ പുറകോട്ട് പോയി പാർട്ടിയുടെ തീരുമാനങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് പാർട്ടിയെ BJPക്ക് മുന്നിൽ കുമ്പിട്ട് നിർത്തേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം വളരെ പ്രസക്തമാണ് കേരളത്തിൽ. വികസന കാര്യങ്ങളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഴ്ചകളുണ്ട്, പെൻഷൻ്റെ കാര്യത്തിലുള്ള വീഴ്ചകൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വികസനം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, അതോടൊപ്പം നമുക്ക് ഒരു മതേതര കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായി ഏത് പാർട്ടി പോയി കഴിഞ്ഞാലും അതിനെതിരെ ഗവൺമെൻറ് ജനങ്ങൾ തിരിച്ചടിക്കും. ആ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. അല്ല, നിങ്ങൾക്ക് ബോധ്യമല്ലേ PM ശ്രീയിൽ ഒപ്പിട്ടത് ആര് പറഞ്ഞിട്ടാണ്, എന്തിൻ്റെ പേരിലാണ്? അങ്ങനെ ഒപ്പിട്ട ആ സാഹചര്യം ക്യാബിനറ്റിൽ പോലും മറ്റു മന്ത്രിമാരിൽ നിന്ന് ഒളിച്ചു വെച്ചതെന്തിനാണ്, മറച്ചു വെച്ചതെന്തിനാണ്? 16-ാം തീയതി ഒപ്പിട്ടിട്ട് 22-ാം തീയതി ക്യാബിനറ്റിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതൊക്കെ CPM BJP ഡീലാണ്. അതിൻ്റെ പുറകാണ് ലേബർ കോഡ്. ഇന്ത്യയിലെ മറ്റ് BJP സംസ്ഥാനങ്ങളില്ലേ, അവിടെ പോലും ചട്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ധൃതി പിടിച്ചെന്താണ് കേരളത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ്? ഇതൊക്കെ പകൽ വെളിച്ചം പോലെ പ്രകടമായിട്ടും ഇത് ആർക്കെങ്കിലും സംശയമുണ്ടോ BJP CPM ഡീലല്ല എന്നുള്ളത്? മുഖ്യമന്ത്രി വോട്ട് ചെയ്തതിനും പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ജനങ്ങൾക്ക് ഇടയിൽ യാതൊരു സംശയവുമില്ല, വോട്ടായി മാറില്ല എന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹം അതല്ലാതെ മറിച്ച് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് മറിച്ച് പറയാൻ പറ്റും. അദ്ദേഹം CPMന്റെ നേതാവാണല്ലോ, മുഖ്യമന്ത്രി മാത്രമല്ലോ, CPM നേതാവാണല്ലോ. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ CPM നേതാവെന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. CPM സംസ്ഥാന സെക്രട്ടറിക്ക് ചേർന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന പ്രസ്താവനയോ പരാമർശമല്ല അദ്ദേഹം നടത്തിയത്. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം. അത്രമാത്രം മോശമായ പരാമർശമാണ് നടത്തിയത്. മറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ CPMനകത്ത് ഈ പരാമർശിച്ച ആളുകളുടെ ലിസ്റ്റ് എഴുതണമെങ്കിൽ 100 പേജിൻ്റെ പുസ്തകം മതിയാവില്ല. അത്രയധികം ആളുകൾ അതിനകത്തുണ്ട്. നിയമസഭയിൽ ഇരിക്കുകയല്ലേ, എന്തിൻ്റെ പേരില ഒരു പരാതി കിട്ടിയിട്ട് 3 ആഴ്ചക്കാലം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചത്? ഒരു മുൻ MLAക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ട് 3 ആഴ്ചക്കാലം സൂക്ഷിച്ച് വെച്ച് കയ്യിൽ വെച്ച് പരിശോധിച്ച് ആണോ പോലീസിന് കൊടുക്കുക? ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾക്കെതിരെ പരാതി കിട്ടി. ഞങ്ങൾക്ക് 12:47 പരാതി കിട്ടിയത്. 4 മണിക്ക് മുമ്പായി DGP കൈമാറി. ഇവിടെ 3 ആഴ്ചക്കാലം സൂക്ഷിച്ചു വെച്ച് ആരെ സംരക്ഷിക്കാനാണ്? അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സ്വന്തം ഓഫീസിലും സ്വന്തം അദ്ദേഹത്തിൻ്റെ നിയമസഭാ പാർട്ടിയിലും ഒക്കെ ഉള്ളവർ ആദ്യം ശരിയാക്കട്ടെ, എന്നിട്ട് മതി മറ്റുള്ളവരെ കുറിച്ച് പറയാം.
അല്ല, അതിന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചാണ്. അദ്ദേഹം സംശയം പ്രകടിപ്പിച്ച എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ കോടതിയുടെ ആ ജഡ്ജ്മെൻറ്റ് നോക്കിയോ? അതിനകത്ത് ജഡ്ജി പറഞ്ഞ ആശങ്കകളുണ്ട്, ജഡ്ജി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ജഡ്ജിക്ക് തോന്നിയ സംശയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞതിൽ തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്. കാരണം ആ ജഡ്ജ്മെൻറ്റ് ആ രീതിയിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു രീതിയിലല്ല. ഏത് കാര്യങ്ങളിലും KPC പ്രസിഡന്റ് ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്, ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇന്നലത്തെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ അതിനകത്ത് കുറേ സംശയങ്ങൾ ജഡ്ജി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത്തരമൊരു പരാമർശം നടത്തിയത്. അല്ല, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയല്ലോ. ഇതുമായി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അക്കാര്യത്തിൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. അത്തരം ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.